Today we will learn about theorems on convergence. There are so many theorems. The first theorem is algebraic rules. If sigma k equal to 1 to infinity ak and sigma k equal to 1 to infinity bk converge, and sigma k equal to 1 to infinity ak equal to capital A, and sigma k equal to 1 to infinity bk equal to b. Then first one, sigma k equal to 1 to infinity ak plus bk converges and sigma k equal to 1 to infinity ak plus bk equal to sigma k equal to 1 to infinity ak plus sigma k equal to 1 to infinity bk. That is, it is equal to a plus b, which is the sum rule. Second one, sigma k equal to 1 to infinity c into ak, where c is any real number, converges, and sigma k equal to 1 to infinity c into ak equal to c into sigma k equal to 1 to infinity ak, which is equal to c into a, which is the constant multiple rule. അപ്പോൾ ഇവിടെ പറയുന്നതാണ് സിഗ്മ എ കെയും സിഗ്മ ബി കെയും കൺവേർജസ് ആണ്. ഇത് രണ്ടും കൺവേർജസ് ആണ്. അതുകൂടാതെ ഈ സീരീസിന്റെ സം എന്ന് പറയുന്നത് എയും, സിഗ്മ എ കെ എന്ന് പറഞ്ഞ സീരീസിന്റെ സം എയും സിഗ്മ ബി കെ എന്ന് പറഞ്ഞ സീരീസിന്റെ സം എന്ന് പറയുന്നത് ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സീരീസിന്റെ സം എന്ന് പറയുന്നത് എ കെ പ്ലസ് ബി കെയുടെ സമ്മേഷൻ അത് കൺവേർജ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൺവേർജന്റ് ആണെങ്കിൽ ഇതിന്റെ സമ്മും കൺവേർജന്റ് ആയിരിക്കും. പിന്നെ ആ സം എന്ന് പറയുന്നതായിരിക്കും ഈ സീരീസിന്റെ സമ്മ് പ്ലസ് ഈ സീരീസിന്റെ സമ്മ്. അപ്പോൾ അതെന്ത് കിട്ടും? എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ അതാണ് സം റൂള്. ഡിഫറൻസ് റൂൾ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളാണ്. സി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ സി ഇൻറ്റു എ കെ എന്ന് പറയുന്നത് കൺവേർജന്റ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ കൺവേർജന്റ് ആയതുകൊണ്ട് സി ഇൻറ്റു എ കെന്റെ സമ്മേഷനും കൺവേർജന്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് പുറത്തെടുക്കുക, എന്നിട്ട് ഈ സം കാണാം. അപ്പൊ സി ഇൻറ്റു എ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് റൂള്. അപ്പൊ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് ഒരെണ്ണം ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത പ്രൂഫ് സമ്മേഷൻ റൂളിന്റെ ഞാൻ പ്രൂവ് ചെയ്യാം. അടുത്ത നിങ്ങളൊന്ന് പ്രൂവ് ചെയ്താൽ മതി. ഫസ്റ്റത്തെ പാർട്ടിന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സീരീസ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെന്റെ പാർഷ്യൽ സമ്മിനെ നമ്മൾ എ എൻ ആയിട്ട് എടുത്തു. ലെറ്റ് സീക്വൻസ് എ എൻ ആൻഡ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity ബി കെയുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിനെ നമ്മൾ ബി എൻ ആയിട്ടും എടുത്തു. ലെറ്റ് എ എൻ ആൻഡ് ബി എൻ ബി ദ സീക്വൻസ് ഓഫ് sequences of partial sums of the series sigma k equal to 1 to infinity ak and sigma k equal to 1 to infinity bk. അപ്പോൾ എ കെയുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എ എനും ബി കെയുടെ ഈ സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മും ബി എനും ആയിട്ട് എടുത്തു റെസ്പെക്റ്റീവ്ലി. ദെൻ നമുക്ക് എന്ത് എഴുതാം? ദെൻ എ എൻ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ സീക്വൻസ് എന്തായിരിക്കും? A1 plus A2 plus etc plus AN ആയിരിക്കും. ആൻഡ് BN ഈക്വൽ ടു B1 plus B2 plus etc plus BN. ഇനി നമ്മൾ എന്ത് ചെയ്യണം?
നമുക്കറിയാം സിൻസ് സിഗ്മ എ കെ എന്ന് പറയുന്നത് എന്താ, സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ ഈക്വൽ ടു എ എന്നറിയാം. ആൻഡ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity ബി കെ എന്ന് പറയുന്നത് ബി ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ബൈ ദ ഡെഫിനിഷൻ ഓഫ് കൺവേർജൻസ്, ഞാൻ ഷോർട്ടാണ് എഴുതുന്നത്. കൺവേർജൻസ് ഓഫ് എ സീരീസ് എന്തായിരുന്നു ഡെഫിനിഷൻ വെച്ച് നമുക്കിവിടെ എന്ത് പറയാം, എ കെ എന്ന് പറഞ്ഞ സീരീസ്, ഈ സീരീസ് കൺവേർജസ് ടു എ ആണെങ്കിൽ ഇതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എങ്ങോട്ട് കൺവേർജ് ചെയ്യും, എയിലേക്ക് കൺവേർജ് ചെയ്യും. ഇത് കൺവേർജസ് ടു ബി ആണെങ്കിൽ ഇതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എങ്ങോട്ട് കൺവേർജ് ചെയ്യും, ബിയിലേക്ക്. ബൈ ഡെഫിനിഷൻ the sequence an and bn converges. The sequence an and sequence bn converges. അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ എ എൻ എങ്ങോട്ട് കൺവേർജ് ചെയ്യും, കൺവേർജസ് ടു എ, ആൻഡ് ബി എൻ കൺവേർജസ് ടു ബി. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഇത് രണ്ട് കേസിന് നമുക്ക് ഇത്രയും യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് കേസ് തൊട്ട് തുടങ്ങണ്ട, ഇത്രയും കേസ് നമ്മൾ സോൾവ് ചെയ്ത് വെക്കുക. അത് ഈ കേസ് എന്ത് സെക്കൻഡിനും നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളൊരു ഫസ്റ്റത്തെ പ്രൂഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതെന്താ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയേണ്ട ഫസ്റ്റത്തെ സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം നമ്മൾ എഴുതണം അല്ലേ. ദ nth partial sum of the series, നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്ന സീരീസിന്റെ പാർഷ്യൽ സം എഴുതണം. ഏതാ സീരീസ്, സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എ കെ പ്ലസ് ബി കെ ഈസ് എസ് എൻ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity അല്ല 1 to n അല്ലേ, എസ് എൻ അല്ല നമ്മളാണ് ഇവിടെ 1 to n എ കെ പ്ലസ് ബി കെ വരും. എന്ന് വെച്ചാൽ a1 പ്ലസ് b1 പ്ലസ് a2 പ്ലസ് b2 പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് bn. അപ്പം ഇത് സാധാ നമ്പേഴ്സാണ്, a1 b1 എന്നൊക്കെ പറഞ്ഞ നമ്പറുകളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഓർഡർ തിരിച്ചിട്ട് a1 പ്ലസ് a2 പ്ലസ് അത് ആദ്യം എടുക്കുക, എക്സെട്ര an വരെയുള്ളത്, പിന്നെ b1 പ്ലസ് b2 പ്ലസ് എക്സെട്ര bnഉം എടുക്കുക. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ, കാരണം ഇതെല്ലാം നമ്പേഴ്സാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് b1 പ്ലസ് b2 പ്ലസ് എക്സെട്ര പ്ലസ് bn. ഈ ഫസ്റ്റത്തെ സം എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു, an ആണ് അല്ലേ. പിന്നെ രണ്ടാമത്തെ സം എന്താണ്, bn ആണ്. അപ്പോൾ ആ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റത്തെ an-ഉം രണ്ടാമത്തെ bn ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇതൊരു ഫസ്റ്റത്തേന് ക്യാപിറ്റൽ an എന്നും രണ്ടാമത്തേന് bn എന്നും കൊടുത്തു. അപ്പോൾ നമുക്കറിയാം സീക്വൻസ് an കൺവേർജസ് ടു a ആൻഡ് സീക്വൻസ് bn കൺവേർജസ് ടു b ആണ് അല്ലേ. അപ്പോൾ സീക്വൻസിന്റെ സം റൂൾ വെച്ചിട്ട് an പ്ലസ് bn എങ്ങോട്ട് കൺവേർജ് ചെയ്യും, a പ്ലസ് ബിയിലോട്ട് കൺവേർജ് ചെയ്യും. ഇതിന്റെ ലിമിറ്റ് പ്ലസ് ഇതിന്റെ ലിമിറ്റാണ്. നമ്മൾ ലിമിറ്റിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ സീക്വൻസിന്റെ ലിമിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, സീക്വൻസിന്റെ കൺവേർജൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെങ്ങോട്ട് കൺവേർജ് ചെയ്യും, സിൻസ് വിച്ച് കൺവേർജസ് ടു എങ്ങനെ എഴുതാൻ പറ്റും, കൺവേർജസ് ടു എ പ്ലസ് ബി. എന്തുകൊണ്ടാണ്, സിൻസ് ബ്രാക്കറ്റിൽ എഴുതാം സീക്വൻസ് an എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്, an converges to a and bn converges to a, then an plus bn converges to
a plus b by the sum rule for sequence, by the sum rule for sequence. സീക്വൻസിൻ്റെ സം റൂൾ വെച്ചിട്ട് അവിടെ നമ്മൾ സം റൂൾ പഠിച്ചത് നമുക്ക് ഇത് പറയാം an+bn converges to a+b. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവേർജസ് ടു a+b ആണെങ്കിൽ ആ സീരീസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? therefore sigma k equal to 1 to infinity ak plus bk equal to sigma k equal to 1 to infinity ak plus sigma k equal to 1 to infinity bk. ഇതല്ലേ എ, ഇതാണ് ബി. ഇപ്പൊ നമ്മുടെ പ്രൂഫായി. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, എന്റെ ലിമിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളും ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ പഠിച്ച തിയറം വെച്ചിട്ട് നമുക്ക് രണ്ട് റിമാർക്കുകളുണ്ട്. നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളും സം റൂളും ആണ് പഠിച്ചത്. അപ്പം അതിൻ്റെ കേസിൽ രണ്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി നോൺ സീറോ മൾട്ടിപ്പിൾ ഓഫ് എ ഡൈവേർജന്റ് സീരീസ് ഡൈവേർജസ്. അപ്പോൾ ഒരു സീരീസ് ഡൈവേർജസ് ആണെങ്കിൽ അതിൻ്റെ ആ സീരീസിൻ്റെ ഏത് നോൺ സീറോ മൾട്ടിപ്പിളും ഡൈവേർജന്റ് ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ സിഗ്മ എ എൻ കൺവേർജസ് ആൻഡ് സിഗ്മ ബി എൻ ഡൈവേർജസ്. ഒരു സീരീസ് കൺവേർജും അടുത്ത സീരീസ് ഡൈവേർജസും. അങ്ങനെയാണെങ്കിൽ ആ സീരീസിന്റെ സമ്മ് അതുപോലെ ആ സീരീസിന്റെ ഡിഫറൻസും ഡൈവേർജസ് ആയിരിക്കും. എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു സീരീസ് ഡൈവേർജ് ആയാൽ മറ്റേ സീരീസ് കൺവേർജ് ആയിട്ട് കാര്യമില്ല, അതിന്റെ സമ്മും അതിന്റെ ഡിഫറൻസും എന്തായിരിക്കും? ഡൈവേർജസ് ആയിരിക്കും. അപ്പൊ ഇതാണ് രണ്ട് പോയിന്റുകൾ. അപ്പോൾ നേരത്തെ കേസിൽ ഇപ്പൊ രണ്ടും കൺവേർജ് ആണെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? രണ്ട് സീരീസും കൺവേർജ് ആണെങ്കിലേ നമുക്ക് സമ്മ് കൺവേർജ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന് ഡൈവേർജ് ആണെങ്കിൽ സമ്മ് ഡൈവേർജ് ആയിരിക്കും. ഇനി അടുത്ത തിയറം 2, the ith term test. The ith term test. തിയറം അതാണ്. If sigma I equal to 1 to infinity ai converges, then limit I tends to infinity ai equal to 0. എന്നുവെച്ചാൽ സിഗ്മ എ എന്ന് പറയുന്നത് ആ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിൽ ഈ ith ടേം എടുക്കുക. എ എന്ന് പറഞ്ഞാൽ ith ടേം എടുക്കുക. എ എന്ന് പറഞ്ഞ ആ ടേമിന്റെ ആ സീക്വൻസ് I tends to infinity 0 കൺവേർജ് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ ഈ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ എ എന്ന് പറഞ്ഞ സീക്വൻസിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൽ ഈ എയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്നുവെച്ചാൽ എ കൺവേർജസ് ടു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു സീക്വൻസ് കൺവേർജ് ആണോ എന്ന് പറയാൻ നമുക്ക് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന യൂസ് ചെയ്യാൻ പറ്റില്ല. കൺവേർജ് അല്ല എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എടുക്കാണ് ഒരു സിഗ്മ I equal to 1 to infinity എ എന്ന് പറഞ്ഞത് കൺവേർജന്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിലെ ഈ എ എടുക്കണം. എ എന്ന് പറയുന്നത് കൺവേർജസ് ടു I tends to infinity എ എന്ന് പറയുന്നത് 1 കൺവേർജ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പോൾ 1 കൺവേർജ് ചെയ്യുന്നു. അപ്പോൾ 0 അതുകൊണ്ട് നമുക്ക് പറയാം അല്ലെ, 0 അല്ല കൺവേർജ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം സിഗ്മ I equal to 1 to infinity എ ഡൈവേർജൻസ് ആണ്. എന്നുവെച്ചാൽ ഇത് നമുക്ക് തിരിച്ച് യൂസ് ചെയ്യാം. ഒരു സീരീസ് ഡൈവേർജന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആ സീരീസിലെ സീക്വൻസ് ഈ എ എന്ന് പറഞ്ഞ ടേം എടുക്കുക. അതിന്റെ ലിമിറ്റ് 0 അല്ലെന്ന് കാണിച്ചാൽ നമുക്ക് ഈ സീരീസ് ഡൈവേർജ് ആണെന്ന് പറയാം. അല്ല, ഇതിന്റെ നെഗേഷൻ എടുക്കാം. എന്നുവെച്ചാൽ ഇപ്പൊ ഇഫ് സിഗ്മ എ കൺവേർജസ് ദെൻ ലിമിറ്റ് I tends to infinity എ equal to 0 ആണ്. അപ്പൊ നെഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ലിമിറ്റ് എ നോട്ട് ഈക്വൽ ടു 0 ദെൻ സിഗ്മ I equal to 1 to infinity എ
നോട്ട് കൺവേർജസ് എന്ന് പറയാം. നോട്ട് കൺവേർജസ് എന്ന് പറഞ്ഞാൽ ഡൈവേർജസ്. അപ്പൊ അത് നേരെ തിരിച്ച് യൂസ് ചെയ്യാം നമുക്ക്. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. തിയറത്തിന്റെ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഈ തിയറാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിനെ നമ്മൾ ith ടേം ടെസ്റ്റ്, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഒത്തിരി സീരീസുകൾ ഡൈവേർജ് ആണെന്നൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ ith ടേം ടെസ്റ്റ് വെച്ചിട്ട്. അപ്പൊ ഇതെല്ലാവരും നല്ലപോലെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ കാര്യം ഒരു തിയറായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഇനി അടുത്തതായിട്ട്. അപ്പൊ നമ്മൾ ആ ith ടേം ടെസ്റ്റിന്റെ പ്രൂഫ് ഒന്ന് ചെയ്യാം. തിയറം 2ന്റെ പ്രൂഫ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ എ എന്ന് പറഞ്ഞ ടേമിന്റെ സീരീസിന്റെ സിഗ്മ എ എന്ന് പറഞ്ഞ സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എടുക്കുക. എന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലെറ്റ് അതിന് നമ്മൾ SI എന്ന് എടുക്കും. ലെറ്റ് SI denote the sequence of partial sums of the given series. Of the given series. Then SI എന്ന് പറയുന്നത് എന്ത് ചെയ്താ, അപ്പൊ ഇവിടെ നമ്മൾ SI എന്ന് പറയുന്നത് എന്ത് വരും, A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AI അല്ലേ. അപ്പൊ നമുക്കറിയാം സിഗ്മ AI കൺവേർജസ് ആണ്. സിൻസ് സിഗ്മ AI കൺവേർജസ്, ഞാൻ ഈ 1 to infinity എഴുതാത്താണ്, നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സിഗ്മ I equal to 1 to infinity എന്ന് എഴുതാം. ഇവിടെ ഞാൻ സിഗ്മ A എന്ന് എഴുതി, അതിനർത്ഥം ഇങ്ങനെയാണ്, I equal to 1 to infinity കൂടെ ഉണ്ട്. ഇത് കൺവേർജന്റ് ആണ്. കൺവേർജന്റ്. ദെൻ ദ സീക്വൻസ് നമ്മളതിനെ SN എന്ന് വിളിക്കാം. SN ഓഫ് പാർഷ്യൽ സം. ഇവിടെ നമ്മൾ SI എടുത്തേ അല്ലേ. അപ്പൊ SI എന്ന് എഴുതാം. സീക്വൻസ് SI ഓഫ് പാർഷ്യൽ സംസ് കൺവേർജസ്. അപ്പൊ ഈ സീരീസ് കൺവേർജന്റ് ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു മറിച്ചും പറയാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിലും സീരീസ് കൺവേർജന്റ് ആയിരിക്കും. അതുപോലെ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മും കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ ഇത് കൺവേർജന്റ് ആണ്. അപ്പൊ ലെറ്റ് നമ്മൾ ആ SIന്റെ ലിമിറ്റ് നമ്മൾ എടുക്കുക. ലെറ്റ് ലിമിറ്റ് SI ഈക്വൽ ടു S ആണ് എടുക്കുക. എന്ന് വെച്ചാൽ SI കൺവേർജസ് ടു S എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് I tends to infinity AI ആണ് നമുക്ക് കാണേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് I tends to infinity AI എന്ന് പറയുന്നത് എന്താ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് SI എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പൊ SI -1 എന്താ നോക്കി, SI -1 A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AI -1 വരെ ഉള്ളൂ അല്ലേ. ഇതിൽ AI -1 കഴിഞ്ഞിട്ട് ഒരു ടേം കൂടെ ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് SI -1 ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും, ഈ ടേം ഒക്കെ ഇവിടെ ഉണ്ട്. AI -1 വരെയുള്ള ടേമുകളൊക്കെ ഇവിടെ ഉണ്ട്. AI മാത്രമല്ല എക്സ്ട്രാ ഉള്ളൂ. അപ്പൊ എന്ത് കിട്ടും, ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ AI മാത്രമല്ലേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ ഈ റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് I tends to infinity AI എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, AIക്ക് പകരം നമുക്ക് ഈ ടൈം എഴുതാം അല്ലേ. SI -1 എഴുതാം. അപ്പൊ നമ്മൾ ഇതിനെ എഴുതും ലിമിറ്റ് I tends to infinity SI -1. അപ്പൊ നമ്മൾ തൊട്ട് മുന്നേ റിസൾട്ട് പഠിച്ചിരുന്നു. ഈ സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അപ്പൊ ഇത് ഈ I -1 എന്ന് പറഞ്ഞത് എന്താ, I -1th പാർഷ്യൽ സം. അതിന്റെയും ലിമിറ്റ് എന്തായിരിക്കും, SI കൺവേർജസ് ടു S ആണെങ്കിൽ SI -1 ഇങ്ങോട്ട് തന്നെ ആയിരിക്കും കൺവേർജ് ചെയ്യുക, S ലോട്ട് തന്നെ ആയിരിക്കും കൺവേർജ് ചെയ്യാം.
അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് I tends to infinity si മൈനസ് ലിമിറ്റ് I tends to infinity si മൈനസ് 1. അപ്പം ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എസ് ആണെന്ന് കണ്ടു അല്ലേ? ഇതിൻ്റെ ലിമിറ്റ് എസ് ആണ്, ഇതിൻ്റെ ലിമിറ്റ് എസ് ആണ്. അപ്പോൾ എസ് മൈനസ് എസ് വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് ഇടും. എസ് മൈനസ് എസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടിയില്ല. ഹെൻസ് ദ പ്രൂഫ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. ഈ റിമാർക്ക് ഒന്ന് നോട്ട് ചെയ്തോളൂ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. The ith term ai converges to 0 need not imply the convergence of the series sigma I equal to 1 to infinity ai. എന്ന് വെച്ചാൽ എ എന്ന് പറഞ്ഞ സീക്വൻസ് 0-ലോട്ട് കൺവേർജ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റൂല. അത് ഒരു നെസസറി കണ്ടീഷൻ മാത്രമാണ്, സഫിഷ്യൻ്റ് അല്ല. ഇഫ് ദെൻ മാത്രമേ പറ്റുള്ളൂ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ല. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സീരീസ് എടുക്കാം. 1 + 1/2 + 1/2 + 1/4 + 1/4 + 1/4 + 1/4 + etc. + 1/2i + 1/2 2 raised to i 2 raised to I plus etc. plus 1/2 raised to i. ഇത് എത്ര പ്രാവശ്യം ഉണ്ടാവും? 2 2 പ്രാവശ്യമാണെങ്കിൽ 4 4 പ്രാവശ്യം. അപ്പം ഇത് 2 പവർ i ആണ്. ഇത് 2 സ്ക്വയർ ആണ്. അപ്പം എത്ര പ്രാവശ്യം ഉണ്ടാവും? 2 raised to i ടൈംസ് തന്നെ ഉണ്ടാവും അല്ലേ? ഇത് 2 raised to i ടൈംസ് ഉണ്ടാവും ഇവിടെ. പ്ലസ് എക്സെട്ര കൂടെ പ്ലസ് എക്സെട്ര. അപ്പം ഈ സീരീസ് കൺസിഡർ ചെയ്യാണ്. അപ്പം ആദ്യം ഈ സീരീസിൽ ടേമുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നത്? 1/2 1/4 അങ്ങനെ എക്സ്ട്രാ കുറഞ്ഞാണ് പോകുന്നത്. അപ്പം ഇത് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഇതിൽ ith ടേം എന്ന് പറയുന്നത് നമ്മൾ 0-ലോട്ട് കുറഞ്ഞു പോകുന്നതാണ്. 1/4 എന്ന് പറയുമ്പോൾ ഇത്രയും കൂടെ 0-യുടെ അടുത്തു. അടുത്തത് 1/8 വരും. 1/8 എന്ന് പറയുന്നത് പിന്നെയും 0-യുടെ അടുത്തു. അങ്ങനെ അടുത്തടുത്ത് ith ടേം എന്ന് പറയുന്നത് tends to 0 ആണ്. അപ്പം അത് വിചാരിച്ചിട്ട് ഈ സീരീസ് കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കാം. ഇത് ith ടേം 0-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ സീരീസിന്റെ സംബന്ധമായിരിക്കും ഈ ടേം ഫസ്റ്റത്തെ ടേം 1, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1 കിട്ടുമല്ലോ. ഈ 4 കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 1/4 + 1/4 1/2. ഇവിടെയും 1/2 1/2 + 1/2 1. അങ്ങനെ എല്ലാ ടേമും നമുക്ക് ഇങ്ങനെ ഈ ഒരേ ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 തന്നെ കിട്ടാം. 1 1 1 1 എന്ന് പറഞ്ഞ സീരീസ് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യാം? ഇൻഫിനിറ്റിയിലേക്കല്ലേ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനർത്ഥം ദ സീരീസ് ഡൈവേർജസ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എ എന്ന് പറഞ്ഞ ടേം 0-ലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സീരീസ് കൺവേർജൻ്റ് ആണെന്ന്. അപ്പോൾ അത് ശരിയല്ല എന്ന് ചിലപ്പോൾ ചില കേസിലൊക്കെ ശരിയാവാം. പക്ഷേ ഇത് 0-ലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് സീരീസ് കൺവേർജൻ്റ് ആണെന്ന് പറയരുത്. നേരെ തിരിച്ചേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇതിപ്പോൾ ഡൈവേർജൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നു. റിമാർക്ക് ഇതാണ്. അടുത്ത റിമാർക്ക്, ദ ith ടേം ടെസ്റ്റ് ഫോർ കൺവേർജൻസ്. അപ്പോൾ നമ്മൾ ഡൈവേർജൻസ്. നമ്മൾ ith ടേം ടെസ്റ്റ് ഫോർ കൺവേർജൻസ് നമ്മൾ കണ്ടു. അതിൻ്റെ നെഗേഷനാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ഇഫ് ലിമിറ്റ് I tends to infinity ai not equal to 0 then sigma I equal to 1 to infinity ai diverges. എന്നുവെച്ചാൽ ഈ സീക്വൻസ് 0-ലോട്ടല്ല കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ സീരീസ് ഡൈവേർജസ് ആണെന്ന്. അപ്പോൾ ആ ടെസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. ith ടൈം ടെസ്റ്റിൻ്റെ നെഗേഷനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു സീരീസ് എടുക്കുന്നത് സിഗ്മ
i equal to 1 to infinity i square. അപ്പം ഈ സീരീസിന്റെ കൺവേർജൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഐ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇവിടെ എ ഐ അല്ലേ. ഹിയർ എ ഐ ഈക്വൽ ടു ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആകുമ്പോൾ 1 സ്ക്വയർ 2 സ്ക്വയർ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ടേം പോകുന്നത്. ആ ടേം എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇൻഫിനിറ്റിയിലേക്ക് കൂടിയാണ് പോകുന്നത്. ഇറ്റ് ഈസ് കൺവേർജസ് ടു ഇൻഫിനിറ്റി അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ ഇത് ഈ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജസ് ടു ഇൻഫിനിറ്റിയാണ്. എന്ന് വെച്ചാൽ നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം സിഗ്മ ഈക്വൽ ടു 1 to infinity ഐ സ്ക്വയർ ഡൈവേർജസ് ആണെന്ന് നമുക്ക് പറയാം. ഇത് 0 അല്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം ഇത് ഡൈവേർജസ് ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. This is second example. Sigma n equal to 1 to infinity minus n by 2n plus 5. ഈ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ nth ടേം എടുക്കുക, മൈനസ് n by 2n plus 5 എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് നോക്കുക. ലിമിറ്റ് n tends to infinity, ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ലിമിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് n നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ലിമിറ്റ് n tends to infinity, ഇവിടെ n എടുത്തു, ബാക്കിയുള്ളത് -1 ആണ്. ഇവിടെ n എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 മാത്രമേ ഉള്ളൂ, ഇവിടെ 5/n വരും. ഈ n കട്ട് ചെയ്യാലോ. അപ്പോൾ ഇനി നമ്മൾ -1/2 + 5/n ലിമിറ്റ് നോക്കാം. അപ്പോൾ n ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 5/∞, 0 അല്ലേ. അപ്പോൾ അത് 0 ആയി. ബാക്കിയുള്ളത് മേലെ -1 ഉണ്ട്, താഴെ 2 ഉണ്ട്, +0 എന്ന് വെച്ചാൽ -1/2. 0 ആണോ? അല്ലല്ലോ. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0. അതിനർത്ഥം ഈ സീരീസ് എന്താണ്? ഡൈവേർജസ്. അപ്പോൾ നമ്മൾക്ക് സീക്വൻസിന്റെ ലിമിറ്റ് 0 അല്ലെങ്കിൽ നമുക്ക് പറയാം ആ സീരീസ് എന്താണ്? ഡൈവേർജസ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഏറ്റവും എളുപ്പത്തിൽ ഡൈവേർജന്റ് ആണോ കൺവേർജന്റ് ആണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടെസ്റ്റാണ്. ഡയറക്റ്റ് നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഒന്നും എടുക്കാതെ നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഡൈവേർജ് ആണെന്ന് കാണാൻ നമുക്ക് ഇത് ഏറ്റവും എളുപ്പം യൂസ് ചെയ്യാം. ഡൈവേർജ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമുക്ക് ഈ ആദ്യത്തെ ടൈം ടെസ്റ്റ് യൂസ്ഫുൾ ആവുക. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം.